ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഒരു 10 വർഷക്കാലം കെ എം ഷാജി എന്ന കാളത്തൊടിക മുഹമ്മദ് ഷാജി എപ്പോ കണ്ടാലും ഒരു ഫൈറ്റർ ഫോർമാറ്റാണ്. വാക്കിന്റെ എൻകൌണ്ടർ, വെല്ലുവിളികൾ, ആഹ്വാനങ്ങൾ, അണികൾ കോരിത്തരിക്കും, പ്രസംഗത്തിൽ തീപാറും. എപ്പോഴും ഒരു നേരിനുവാട പോരിനുവാട മസ്കുലിൻ സെറ്റപ്പാണ്. ലീഗിന്റെ യുവനിരയിൽ കണിശമായ രാഷ്ട്രീയം പറയുന്ന ഒരു കരുത്തൻ. ആ പ്രതിപക്ഷ നിരയിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആധികാരികം, സമഗ്രം ഒരു രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം മാറാൻ കഴിയുമെന്നതിന്റെ അക്കാദമിക് സ്പെസിമെൻ കോപ്പിയാണ് ഒറ്റ മാസത്തിൽ ശ്രദ്ധേയമായ നിലപാട് മാറ്റങ്ങളിൽ വേങ്ങരയുടെ സാമാജികൻ. ആദ്യം അത് PMCയിലാണ്. ഗാന്ധിയെയും നെഹ്റുവിനെയും ഇറക്കിവിട്ട RSSന്റെ സാഫ്രൺ സിലബസ് എവിടെ ഇട്ട് കത്തിക്കും, കൊട്ടയിലെറിയും, കല്ലുകെട്ടി താഴ്ത്തും എന്നൊക്കെ മെഗാട്ടൺ കുതിരശക്തിയിൽ ആഞ്ഞുതള്ളിയ നേതാവ് പറഞ്ഞ നാക്ക് വായിലോട്ടിട്ടതേ ഉള്ളൂ. അധികാരലബ്ധി, മന്ത്രിസ്ഥാനം. ഏതാനും നാളുകൾക്കുള്ളിലാണ് രാഷ്ട്രീയ നിലപാടുകൾ മലക്കം മറിഞ്ഞ ക്ലാസിക്കൽ മറിച്ചടി. ഇന്നിപ്പോ പാവങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ അവരുടെ അഭിമാനബോധത്തിൽ ആ സൗജന്യത്തിന് നിത്യസ്മാരകമായി ചാപ്പയടിച്ചു വെക്കാൻ പറയുന്ന ഒരു ലോഗോയും പൊക്കി പിടിച്ച് മന്ത്രി അരാഷ്ട്രീയ പരിഹാസ ചോദ്യമാണ്. ഈ ലോഗോയിൽ ആരുടെയെങ്കിലും മുഖം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ആ ലോഗോയിലേക്ക് നോക്കിയാൽ വ്യക്തമായും കാണാം സംസ്ഥാനങ്ങളുടെ ഗതികേട് മുതലെടുക്കുന്ന ഒരു ഫെഡറൽ വിരുദ്ധ പണി. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പേരിൽ കിട്ടുന്ന ടാക്സ് വെട്ടിക്കുറവിന്റെ ശിക്ഷ, അങ്ങേയറ്റം കാരുണ്യമില്ലാതെ നിയമവിരുദ്ധമായി പിടിച്ചുവെക്കപ്പെടുന്ന കോടിക്കോടി ഫണ്ടുകൾ, അത് കിട്ടാൻ അടിച്ചേൽപ്പിക്കുന്ന സംസ്ഥാന വിരുദ്ധ ഉപാധികൾ, ഈ കൊട്ടിപ്പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നഗരത്തിൽ ഒരു വീട് വെക്കാൻ കൊടുക്കുന്ന എത്രയാ? 1.5 ലക്ഷം രൂപ. ഗ്രാമത്തിൽ 72,000. യുപിയിലും ബീഹാറിലും പറ്റിയേക്കും. ഈ കേരളത്തിൽ 72,000 ഒരു കാക്കക്കാലിന് ഷെഡ് വെക്കാൻ പറ്റുമോ? എന്നിട്ട് എന്തോന്ന് ലോകം? എന്തിനു വേണ്ടിയാണ് സാഹിബെ കേന്ദ്രത്തിന് വേണ്ടി വെള്ളയടി? അറബിക്കടലിൽ മുസല്ലിട്ട് നിസ്കരിച്ചാലും RSSുമായി സന്ധിയില്ല